ദിസ് വ്ലോഗ് ഈസ് ഓൾ അബൌട്ട് ഞാനും വിപിനും കുച്ചും കൂടെ ഫിലഡൽഫിയ ഡൗൺ ടൗണിൽ കൂടെ ഒരു ദിവസം മുഴുവനുമായിട്ട് സഞ്ചരിക്കുകയും അവിടെ കണ്ട കാഴ്ചകളും കഴിച്ച ഫുഡും അതൊക്കെയാണ് ഞാൻ ഈ വ്ലോഗിൽ കൂടെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. സോ വെൽക്കം ടു മൈ വ്ലോഗ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ചധികം നാളായി നമ്മളൊരു ലെങ്തി വീഡിയോ ആയിട്ട് കണ്ടിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ആഴ്ച ഞങ്ങൾക്ക് ലോങ് വീക്കെൻഡാണ്, തിങ്കളാഴ്ച അവധിയാണ്. അപ്പം ഞങ്ങൾ 3 ദിവസവും ഓരോരോ ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഓരോ ദിവസത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നിപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് ഫില്ലിയിലോട്ടാണ്. ഫില്ലി എന്ന് വെച്ചാൽ ഫിലഡൽഫിയ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കൃത്യം 2-3 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ കേട്ടോ ഈ കാണുന്ന ഈ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അപ്പോൾ എപ്പോൾ ഫിലഡൽഫിയ പോയാലും ഞങ്ങൾ ട്രെയിനിലാണ് പോകാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഫിലഡൽഫിയ എത്തിയ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പാടാണ്, പാർക്കിംഗ് ചാർജും കൂടുതലാണ്. അപ്പം നമുക്കിവിടെ ട്രെയിനിൽ സുഖമായിട്ട് ഒരു 40 മിനിറ്റ് കൊണ്ട് വീട്ടിൽ നിന്ന് ഫിലഡൽഫിയ വരെ എത്താൻ പറ്റും. ട്രെയിൻ ഓർ ബസ് ഓർ കാർ ഓർ എയർപ്ലെയിൻ ഏതാ? All of them? ഞങ്ങളിപ്പം പെൻസിൽവേനിയ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി കേട്ടോ. ഇവിടെ വന്ന സമയത്ത് എൻ്റെ ഒരു പ്ലാൻ എങ്ങനെയായിരുന്നെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഫിലഡൽഫിയ പോകണം, ഫിലഡൽഫിയ ഡൗൺ ടൗൺ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം, ട്രെയിൻ കയറി പോകാമല്ലോ, തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ട്രെയിൻ കയറി ഫിലഡൽഫിയ എനിക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോകാമല്ലോ എന്നൊക്കെ. കാരണം എനിക്ക് സിറ്റി കൂടെ നടക്കാനും സിറ്റി വൈബൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ദിവസങ്ങൾ അല്ലെ 1-2 ആഴ്ച അല്ല, ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഫിലഡൽഫിയ ഡൗൺ ടൗൺ അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല. ഷൂട്ടിങ്ങും പിന്നെ അങ്ങനത്തെ ക്രൈം റേറ്റൊക്കെ ഭയങ്കര കൂടുതലാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ 2 വർഷത്തിനിടയിൽ 3 തവണ മാത്രമാണ് ഞങ്ങൾ ഫിലഡൽഫിയ പോയിട്ടുള്ളത് കേട്ടോ. എക്സിറ്റ് എവിടെ കണ്ടില്ല അല്ലേ? ഇവിടെ ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങിയത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇരിക്കുന്ന ഒരു മോളാണ് കേട്ടോ. കുറേ ഷോപ്പിംഗ് കോംപ്ലക്സും H&M പിന്നെ അങ്ങനെയുള്ള കടകളും പിന്നെ ഫുഡിൻ്റെ ആണെങ്കിൽ സ്റ്റാർബക്സ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫിലഡൽഫിയയിലോട്ട് അധികം വരാത്തതുകൊണ്ട് തന്നെ ഫിലഡൽഫിയ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ് കേട്ടോ. എല്ലാ തവണയും വന്നാലും ഞങ്ങളിങ്ങനെ ഒരു അരമണിക്കൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തൂടെ എങ്ങനെ പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു സംശയത്തിൽ ഞങ്ങളിങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നടക്കാറുണ്ട്. എങ്ങനെയായാലും അവസാനം തന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫിലഡൽഫിയ ഡൗൺ ടൗൺ. ഫിലഡൽഫിയ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമേരിക്കയുടെ ഫസ്റ്റ് ക്യാപിറ്റലാണ് ഫിലഡൽഫിയ. ഇറ്റ്സ് എ ഓൾഡ് സിറ്റിയാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇപ്പം ഉച്ചയ്ക്ക് 12 മണിയായി. സോ വി ആർ ഗോയിങ് ടു ഈറ്റ് ഫുഡ് ഫസ്റ്റ്. അപ്പം ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്. എല്ലാ രാജ്യത്തു നിന്നുള്ള ഫുഡ് കിട്ടുന്ന ഒരു ഫുഡ് മാർക്കറ്റാണ്, ഭയങ്കര വലുതാണ്. അപ്പം ഞാൻ അത് ഫുൾ കാണിച്ചു. അപ്പം ഇതാണ് കേട്ടോ റീഡിങ് ടെർമിനൽ മാർക്കറ്റ് എന്ന് പറയും. ഇത് വളരെ പഴക്കമുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവിധ ഐറ്റംസും കിട്ടും. മെയിനായിട്ട് ഫുഡ് ഐറ്റംസാണ്, അതല്ലാതെ തന്നെ എന്താ പറയുക ഗ്രോസറി ഐറ്റംസും പിന്നെ ചെറിയ ചെറിയ ആർട്ട് ഐറ്റംസ്, പിന്നെ കുറച്ച് ക്ലോത്ത്സിൻ്റെ കടകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പം ഇവിടെ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യത്തെ ഫുഡ് കിട്ടുമെന്ന് വേണേൽ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും ഇങ്ങനെ ഒത്തിരി കിട്ടുന്ന കാരണമേ നമുക്ക് എന്ത് കഴിക്കണമെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മൾ പ്രത്യേകിച്ചൊരു ഇന്ന ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഐഡിയയിൽ വന്നില്ലെന്നുണ്ടെങ്കിൽ എവിടെ എന്ത് കഴിക്കണം എന്നുള്ള ഒരു മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായി പോകും കേട്ടോ. അപ്പോൾ ഒരു 3 തവണ ഞാൻ ഫിലഡൽഫിയ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, 3 തവണയും ഞാൻ ഈ റീഡിങ് ടെർമിനൽ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ എന്താണ് ചെയ്യാറെന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ ഈ മാർക്കറ്റിൽ നിന്ന് ഒരറ്റം തൊട്ട് അങ്ങറ്റം വരെ ഞങ്ങളിങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. എല്ലാ ഫുഡും കണ്ടിട്ട് അവസാനം നമുക്ക് എന്ത് കഴിക്കണമെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷൻ വരുമ്പോൾ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ഞങ്ങൾ കഴിക്കും. കഴിഞ്ഞ തവണ ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചത് മെഡിറ്ററേനിയൻ ക്യുസീനാണ്. ലൈക്ക് നമ്മുടെ നാട്ടിലെ ഷവർമയൊക്കെ അല്ലേ, ഷവർമയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കഴിച്ചത്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഓരോരോ ബീഫ് ടർക്കി എല്ലാവിധ ഐറ്റംസ് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ ബാർബിക്യൂ എന്തെങ്കിലും കഴിക്കാം, ബാർബിക്യൂ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇതുവഴി കുറച്ച് നേരം ഞാൻ മണം പിടിച്ച് നടന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് എൻ്റെ പ്ലാൻ മാറ്റി വേറെ എന്തെങ്കിലും കഴിക്കാം, അടുത്ത് കാണുന്ന എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കുകയാണ്. ഇത് കണ്ട ഒരു ഫ്രഷ് ജ്യൂസൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്, സ്മൂത്തിയൊക്കെ കിട്ടുന്ന. കഴിഞ്ഞ തവണ ഞാൻ ഇവിടുത്തെ ഒരു സ്മൂത്തി കുടിച്ചായിരുന്നു. എനിക്ക് ബാർബിക്യൂ ചിക്കൻ, ലീവിന് സാൻഡ്വിച്ച്, കുച്ചുവിന് പിസ്സ. അപ്പം ഞങ്ങളിവിടെ മുഴുവൻ ഒന്ന് കറങ്ങി കാണട്ടെ, എവിടെ നിന്നാണ് കഴിക്കേണ്ടതെന്നുള്ളത് എന്നിട്ട് തീരുമാനിക്കാം. ഞങ്ങളിവിടെ ഓൾറെഡി 2 തവണ വന്നിട്ടുണ്ട്. അപ്പം 2 തവണ 2 സ്ഥലത്തു നിന്നായിട്ട് കഴിച്ചിട്ടുണ്ട്.
ഇത്തവണ വേറെ ഏതെങ്കിലും പുതിയ സ്ഥലത്ത് നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ലെങ്കിൽ ഇതുവഴി ഇങ്ങനെ നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള സ്ഥലമാണ്. ഹാപ്പനിങ് മീൻസ് എല്ലാ ആൾക്കാരും ഒക്കെ വന്ന് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വന്ന് അവരെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ അത് കാണാനായിട്ട്. ഇവിടുന്ന് ആ പുള്ളി എനിക്ക് ഈ സംഭവം ടേസ്റ്റ് ചെയ്യാന്നത്. ഓക്കെ, മറ്റേ ന്യൂ ഓർലിയൻസിലെ ക്രിയോളിൻ്റെ ടൈപ്പ് ഒരു അല്ലേ, ന്യൂ ഓർലിയൻസ് ഇഷ്ടപ്പെട്ടോ? അവസാനം ഈ കാണുന്ന ഈ ബർഗർ കടയിൽ നിന്ന് ബർഗർ തന്നെ കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ബർഗറും പിന്നെ ഒരു ഡെസേർട്ട് പോലെ ഒരു ചീസ് കേക്കും കൂടെ ഓർഡർ ചെയ്തു. എൻ്റെ ബർഗർ കഴിച്ചിട്ട് എനിക്ക് ഒട്ടും വയറ് ഫുള്ളായില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുച്ചുവിൻ്റെ ചീസ് കേക്ക് കഴിച്ച് അത് നല്ല ഹെവി ആയിരുന്നു. അവനും അത് പകുതിയെ കഴിച്ചോളൂ, എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, നല്ല ഹെവി ആയിരുന്നു. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വയറ് ഫുള്ളായിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വളരെ വയറൊക്കെ ഫുള്ളായി. ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോവുകയാണ് കേട്ടോ. കുറേ ഫുഡ് കഴിച്ചതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോഴാണ് വിവൻ എന്നോട് പറയുന്നത് വിഷമിക്കേണ്ട, കുറച്ചധികം നടക്കാനുണ്ടെന്ന്. പോകാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയത്തിലോട്ട് പോവാം. യെസ് യെസ്, എൻ്റെ മുടി മുടിയച്ച ഏത് വഴിക്ക് പോയാലും അവിടെ 1-2 സ്നാക്സ് ഇവിടെ സ്റ്റഫിയും കൊണ്ടാണ് വരുന്നത്. എന്തായാലും ഇതുവരെ അവൻ കൈ പിടിച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മിക്കവാറും ഞാൻ എൻ്റെ ബാഗിലോട്ട് അവരെ പിടിക്കേണ്ടി വരും. എനിവേ ഗായ്സ്, ടുഡേ ഇസ് വെരി ഗുഡ് ഡേ. വെതറൊക്കെ അടിപൊളി. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ഇവിടെ വന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോഴുണ്ടല്ലോ നല്ല അടിപൊളി ക്ലൈമറ്റാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇപ്പോൾ ഭയങ്കര ചൂടായി. ചൂട് മീൻസ് ഇങ്ങനെ നമുക്കിങ്ങനെ ചൊറിയാൻ തുടങ്ങും. എത്ര ദൂരം നടക്കാനുണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ഡൗൺ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള. ഡൗൺ ടൗണിൽ കൂടെയുള്ള നടത്തം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നതാണ് ചൈന ടൗൺ. ഈ കാണുന്നില്ലേ, ഇതിൻ്റെ ആ സൈഡ്, അങ്ങേ സൈഡിൽ ചൈന ടൗൺ ആണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫിലഡൽഫിയ ഒരു ഓൾഡ് സിറ്റി ആയതുകൊണ്ട് തന്നെ കുറേ ഇങ്ങനെ ഓൾഡ് ബിൽഡിങ്സും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളപ്പോൾ ഓരോ തവണ ഫിലഡൽഫിയ വരുമ്പോഴും ആദ്യമേ റീഡിങ് ടെർമിനൽ മാർക്കറ്റിൽ പോകും. പിന്നെ ഏതെങ്കിലുമൊക്കെ മ്യൂസിയം ഒക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. കാരണം പഴയ കുറേ മ്യൂസിയംസ്, ഹിസ്റ്റോറിക് മ്യൂസിയംസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. Because I am so bright. അപ്പോൾ ഗൈസ്, ഞാൻ കഴിച്ച ബർഗറും ചീസ് കേക്കും എല്ലാം അടിപൊളിയായിട്ട് ദഹിക്കുന്നുണ്ട്. ദഹിച്ച് കാണുമായിരിക്കും, കാരണം ഒരു അരമണിക്കൂറായി ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു അന്തവും കുന്തവും ഇല്ലാത്ത നടപ്പാണിത്. എന്താ ഉച്ചു? My favorite car is my car. Subaru. നമ്മുടെ കൈ പിടിവാ. ഇവിടെ എങ്ങനെയാണെന്നറിയോ, ഈ ബിൽഡിങ്സ് വലിയ അത് ഹോണ്ടയുടെ എന്തോ ഹോണ്ട ഒഡീസി. ഈ വലിയ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു തണുപ്പും വെയിലും ഇച്ചിരി കുറവുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെ ചൂടുള്ള സ്ഥലത്ത് പോകും. നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സെൻറ്റർ. ഇതിൻ്റെ അകത്ത് ക്യാമറ കയറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഞാൻ അവിടെ പോയിട്ട് എന്താ കണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. കുച്ചു ആൻഡ് ജോ ബൈഡൻ. കുച്ചിന് ആരെയൊക്കെ അറിയാം? ഇങ്ങോട്ട് നോക്ക്. എബ്രഹാം ലിങ്കൺ ഈസ് $5. $5 എബ്രഹാം ലിങ്കണിൻ്റെ പടം ഉണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ കുറച്ച് പ്രസിഡന്റുമാരുണ്ട്. ഇതിൽ ആരെങ്കിലും അറിയോ? ഡു യു നോ എനിവൺ ഫ്രം this? I know 37 is yes, Richard Nixon, I know him. And 40th one I know, he's Ronald Reagan. And the 39 one, Jimmy Carter ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ഏറ്റവും ഒത്തിരി പ്രായമുള്ള ആളാണ്. ആൻഡ് ഹീസ് ദ ജോർജ് വാഷിങ്ടൺ ബുഷ്. ജോർജ് ബുഷിൻ്റെ ഫാദർ ജോർജ് വാഷിങ്ടൺ ബുഷ്. This museum is all about American history,
ഇവിടുത്തെ സ്ലേവറി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോ വർഷങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരുന്ന ഒരു മ്യൂസിയമാണിത്. അപ്പോൾ നമ്മൾ ഇത് നിങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. യെസ്, എനിവേ ഞാൻ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഐ വിൽ സീ യു. ഓക്കെ. അമേരിക്കൻ ഹിസ്റ്ററിയുടെ മെയിൻ ഭാഗം എന്താണെന്ന് വെച്ചാൽ സ്ലേവറിയാണ് കേട്ടോ. സ്ലേവറിയെക്കുറിച്ചാണ് ഈ മ്യൂസിയത്തിൽ കൂടുതലും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം അമേരിക്കൻ ഹിസ്റ്ററിയുടെ പഴയ കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്ലേവ്സ് അനുഭവിച്ച ഓരോരോ കഷ്ടപ്പാടുകൾ, അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. സ്ലേവ്സ് ആയിരുന്ന സമയത്ത് അവരെയൊക്കെ ഫാമിലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തരെയും ഓരോ സ്ലേവ്സ് ആയിട്ട് ഓരോരോ വൈറ്റ്സിൻ്റെ വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകും. പിന്നെ അവർക്ക് ഒരിക്കലും ഫാമിലിയായിട്ട് യുണൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പാടുകളിൽ കൂടിയാണ് അവർ കടന്നു പോയത് എന്നുള്ളത് നമ്മളിത് ഓരോന്ന് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടമാകും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയൊരു കാഴ്ച, ഈ 2 ബോയ്സ് കേട്ടോ, ഇവർ 2 ആഫ്രോ അമേരിക്കൻ പിള്ളേരാണ്. അപ്പോൾ അവരിങ്ങനെ അവരുടെ ആൻസിസ്റ്റേഴ്സ് അനുഭവിച്ച ഓരോരോ കഷ്ടപ്പാടുകൾ അവരിങ്ങനെ, ചെറിയ 2 പിള്ളേരല്ലേ, അവരിങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇറ്റ് വാസ് ലൈക്ക് എനിക്ക് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ഇൻ ദ മ്യൂസിയം. ഒരു 5 മിനിറ്റ് നേരത്തേന് ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആയിരുന്നു. അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കലാപരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം. ഞങ്ങൾ ഇന്ന് ട്രെയിൻ കയറി തിരിച്ച് വീട്ടിൽ പോകും. സോ ഐ വിൽ സീ യു ഗൈസ് ടുമോറോ. ടേക്ക് കെയർ. ബൈ ബൈ.